IOCയിൽ ലോറി ഉടമകളും തൊഴിലാളികളും നടത്തിവന്ന സമരം അവസാനിച്ചു. തീരുമാനം സർക്കാർ തലത്തിൽ നടന്ന ചർച്ചയിൽ. സമരത്തിന് കാരണമായ ടെൻഡർ നടപടി ഡിസംബർ 3 വരെ മരവിപ്പിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അവധിയെടുത്ത് അധ്യാപക വൃത്തിയിൽ പ്രവേശിച്ച തനിക്കെതിരെ അന്വേഷണം നടത്താമെന്ന CBI നിലപാടിനെതിരെ ജേക്കബ് തോമസ്. CBI ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് അസാധാരണ നടപടി ചോദ്യം ചെയ്ത CBI ഡയറക്ടർക്ക് കത്തയച്ചു. റേഷൻ കാർഡിലെ തെറ്റുതിരുത്താനുള്ള അവസാന തീയതി നവംബർ 5 വരെ നീട്ടി. അവധി ദിവസങ്ങളിലും താലൂക്ക് സപ്ലൈ ഓഫീസുകൾ പ്രവർത്തിക്കുമെന്ന് മന്ത്രി P. തിലോത്തമൻ. പട്ടികജാതി നിയമനത്തിൽ മന്ത്രി AK ബാലനെ തിരുത്തി സഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമന വ്യവസ്ഥകളുണ്ട്. ആ നിയമന വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വകുപ്പിനും പോകാൻ പറ്റില്ല. അനധ്യാപക തസ്തികകളിൽ നിയമനം നടത്താനുള്ള സാങ്കേതിക സർവകലാശാലയുടെ നീക്കം PSC തടഞ്ഞു. ഒഴിവുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും PSC. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ശിപാർശ. മീഡിയ വൺ ഇംപാക്ട്. വിവിധ സർവകലാശാലകൾ PSCയിൽ നിന്ന് മറച്ചുവെച്ചത് 500-ലധികം ഒഴിവുകൾ. ഒഡീഷ ആന്ധ്ര അതിർത്തിയിൽ സുരക്ഷാ സേനയുടെ വെടിവെപ്പിൽ 27 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട സംഭവം വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകമാണെന്ന ആരോപണം ശക്തിപ്പെടുകയാണ്. ഭരണകൂടം ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നും ഇതേക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടു. ഒഡീഷയിലെ മാവോയിസ്റ്റ് വേട്ട ഏറ്റുമുട്ടലാണോ അതോ ഭരണകൂടം ആസൂത്രണം ചെയ്ത കൊലപാതകമോ? എങ്ങനെയാണ് ഇന്ത്യയിലെ മാവോയിസ്റ്റ് രാഷ്ട്രീയം ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടേണ്ടത്? എന്താണ് മാവോയിസ്റ്റ് രാഷ്ട്രീയം വേരുപിടിക്കുന്നതിന് പിന്നിലെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം? ഈ വിഷയത്തിൽ വിശദമായി പരിശോധന നടത്തുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പമുള്ളത് കോൺഗ്രസ് വക്താവ് ശ്രീ PC ചാക്കോ. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ നിന്നുണ്ടാകും. BJPയുടെ പ്രചാരണ വിഭാഗം തലവൻ ഡോക്ടർ R. ബാലശങ്കർ ഡൽഹിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ജനാധിപത്യ രാഷ്ട്രീയ സഭ അധ്യക്ഷ ശ്രീമതി CK ജാനു വയനാട്ടിൽ നിന്നും ഈ ചർച്ചയിൽ ഉണ്ടാകും. ഇടത് ചിന്തകൻ ശ്രീ MM സോമശേഖരൻ എന്നോടൊപ്പം ന്യൂസ് ഫ്ലോറിലുണ്ട്. ശ്രീ PC ചാക്കോ, വളരെ വലിയ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു. ഒഡീഷയിലെ മാവോയിസ്റ്റ് വേട്ടയെ സംബന്ധിച്ച് മനുഷ്യാവകാശ പ്രവർത്തകർക്കുള്ള സംശയം, യുക്തിവാദികളും എഴുത്തുകാരും ഇടതുപക്ഷ ചിന്തകരുമായി സാംസ്കാരിക രംഗത്ത് തിളങ്ങി നിൽക്കുന്നവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ, അങ്ങനെ പല നിലയ്ക്കും ഇത് ഒരു ഏറ്റുമുട്ടലിലൂടെ സംഭവിച്ചതല്ല എന്നും ഇത് വളരെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്നുമുള്ളതാണ് ഒന്നാമത്തെ വാദം. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുതാര്യമാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തി ഇതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ നിയമം അനുശാസിക്കുന്ന തരത്തിൽ ശിക്ഷിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. മാവോയിസ്റ്റ് രാഷ്ട്രീയം രാജ്യത്തിനകത്ത് ആഭ്യന്തര സുരക്ഷയ്ക്ക് കനത്ത വെല്ലുവിളിയാണെന്നും അത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണെന്നും ഉള്ള നിലപാടാണ് സർക്കാരുകൾക്ക് എന്നും ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഒഡീഷയിലെ ഈ മാവോയിസ്റ്റ് വേട്ടയെ താങ്കൾ കാണുന്നത്? എന്താണ് ഇതിന് പിന്നിലെ അന്തർനാടകം? ഒറീസ മാത്രമല്ല, ഇന്ത്യയിൽ 600ഓളം ജില്ലകളുള്ളതിൽ ഏതാണ്ട് ഒരു 200ഓളം ജില്ലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്ന പേരിൽ വിവിധ നക്സലൈറ്റ് ഗ്രൂപ്പുകൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടതിന് ശേഷം മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ സ്വാധീനം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള സാമൂഹ്യ കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ആവശ്യമാണ്. ഒറീസ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം പൊതുവായ അതിർത്തി മേഖലകൾ അടങ്ങുന്ന വനപ്രദേശങ്ങളൊക്കെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ സ്ഥിരാകേന്ദ്രങ്ങളാണ്. ഗവൺമെൻറ്റിന് ഇത് എങ്ങനെ നേരിടണം എന്നുള്ളൊരു പ്രശ്നം, ഇത് ഏറ്റുമുട്ടലിലൂടെ അവരെല്ലാം കൊല്ലുക, ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഗവൺമെൻറ് ഒരു നയം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ വികസന പ്രവർത്തനങ്ങളിലൂടെ പിന്നോക്ക പ്രദേശങ്ങളുടെ വികസന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിലൂടെ വേണം
ഈ മാവോയിസ്റ്റ് സ്വാധീനത്തെ നേരിടാനെന്നുള്ളൊരു സമീപനമാണ് ഗവൺമെൻറ്റുകൾ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് ഒറീസയിലെ കലാഹണ്ഡി, കോരാപ്പുട്ട് തുടങ്ങിയ പിന്നോക്ക മേഖലകളിൽ വലിയ തോതിലുള്ള വികസനത്തിന് വേണ്ടി പണം മാറ്റിവെക്കുകയും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഒരു കാലഘട്ടത്തിൽ മാവോയിസ്റ്റ് മൂവ്മെൻറ്റുകൾ ഏറ്റവും കൂടുതൽ കക്ഷത അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വാദിച്ചിരുന്നു എന്നൊരു വസ്തുതയാണ്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഗവൺമെൻറ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുകയും ഗവൺമെൻറ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്കൂളുകൾക്ക് തീവെക്കുകയും ആശുപത്രികൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കൂടുതൽ ജനദ്രോഹപരമായ നടപടികളിലേക്ക് ഇവർ നീങ്ങുന്നു. തങ്ങൾ പറയുന്ന അനുസരിക്കാത്ത ആളുകളെല്ലാം ഇവർ കൊന്നൊടുക്കുന്നു. അങ്ങനെ ഒരു ജനദ്രോഹ നടപടികളിലേക്ക് പിന്തിരിഞ്ഞ ഒരു സമീപകാല ചരിത്രം കൂടെ ഈ നക്സലൈറ്റ് മൂവ്മെൻറ്റുകൾക്കുണ്ട്. നക്സലൈറ്റ് മൂവ്മെൻറ്റുകൾ ഉണ്ടാകാനിടയായ സാമൂഹ്യ സാഹചര്യങ്ങൾ പരിഹരിക്കണം. അതിന് ഗവൺമെൻറ് വികസന രംഗത്ത് കേന്ദ്രീകരിക്കണം. ആ വികസന രംഗത്ത് കേന്ദ്രീകരിക്കുന്നതിനാവശ്യമായ ഒരു സമീപനം ഈ നക്സലൈറ്റ് മൂവ്മെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ് അത് സ്വീകരിക്കണം. ഇന്നലെ ഒറീസയിൽ നടന്ന ആ ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള വാർത്തകളിൽ രണ്ട് വശമുണ്ട്. ഒന്ന്, ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 14 പോലീസുകാരെ കൊല്ലുകയും പോലീസ് ആമുനേഷൻ ഡിപ്പോയിൽ നിന്ന് വലിയ ലോറി നിറച്ച് ആയുധങ്ങൾ അപഹരിച്ചുകൊണ്ട് പോവുകയും ചെയ്ത ഒരു സംഭവത്തെ തുടർന്നാണ് ഏതാണ്ട് 400ഓളം നക്സലൈറ്റുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസിൻ്റെ ആമുനേഷൻ ഡിപ്പോ ആക്രമിച്ച് ആയുധങ്ങൾ കൈവശപ്പെടുത്തിയ സംഭവത്തെ തുടർന്നാണ് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സംഭവം ഉണ്ടായത് എന്നുകൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഒരു റിട്ടാലിയേഷനാണ്, ഒരു തിരിച്ചടിയാണ്. അപ്പോൾ ഇത് ആ കൃത്രിമമായ ഒരു ഏറ്റുമുട്ടലിലൂടെ ആളുകളെ കൊന്നൊടുക്കുന്ന ഉന്മൂലനമാണ് എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകരുടെ വാദമുഖങ്ങളെ പൂർണ്ണമായും നമുക്ക് ശരിവെക്കാനാവില്ല. പക്ഷേ ഇത് സംബന്ധിച്ച് ഏത് അന്വേഷണം നടത്താനും ഒന്നും ആർക്കും എതിർപ്പില്ല. ഇന്ത്യ പോലൊരു രാജ്യത്ത് മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ നേരിടുന്ന പോലീസിനെതിരായി ഇപ്പോൾ മാവോയിസ്റ്റുകൾ കോടതിയിൽ പോകാൻ തയ്യാറാണെങ്കിൽ അവർ പോകണം. അവർക്ക് കോടതിയിൽ പോകാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ കേരളത്തിലും ഒരു കാലത്ത് മാവോയിസ്റ്റ് മൂവ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത പലരും ഈ ചർച്ചയിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ആയുധമെടുത്തുള്ള വിപ്ലവത്തിലൂടെയാണോ ഇന്ത്യയിലെ ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വാദത്തോട് യോജിക്കാത്ത ഗവൺമെൻറ് സമീപനം, ഈ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ട്. പക്ഷേ ഒറീസയിൽ ഇന്നലെ നടന്ന സംഭവം മനഃപൂർവ്വമായി ആളുകളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി നടത്തിയ ഗവൺമെൻറ് ശ്രമം മാത്രമാണോ, അതല്ല ആയുധപ്പിരകൾ പിടിച്ചെടുക്കുകയും പോലീസിനെ 14 പോലീസുകാരെ കൊന്നൊടുക്കുകയും ചെയ്ത ആ മാവോയിസ്റ്റ് ആക്രമണത്തിനെ നേരിട്ട പോലീസിൻ്റെ ഒരു നേരിടലാണോ എന്നുള്ള ഒരു വസ്തുത കൂടെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും ചുരുക്കത്തിൽ സാമൂഹ്യ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകണം. ചർച്ചകൾക്ക് മാവോയിസ്റ്റുകൾ തയ്യാറാണെങ്കിൽ ചർച്ചകൾക്ക് തയ്യാറാവണം. പക്ഷേ ആക്രമണത്തിലൂടെ, സായുധ വിപ്ലവത്തിലൂടെയാണ്, വോട്ടിലൂടെ അല്ല, ബാലറ്റിലൂടെ അല്ല മാറ്റം എന്നുള്ളതാണെങ്കിൽ ആ വാദത്തെ നേരിടുക അല്ലാതെ ഗവൺമെൻറ്റുകൾക്ക് മറ്റു മാർഗമില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സോമശേഖരൻ, സാമൂഹികവും സാമ്പത്തികവുമായ അസന്തുലിതാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ വേണ്ടി ആയുധമെടുത്ത് സാധാരണക്കാരായി നിസ്വരായി നിൽക്കുന്ന ഗ്രാമീണർക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ആ മാവോയിസ്റ്റ് ആശയമല്ല ഇന്നുള്ളതെന്നും സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വൻ പുരോഗതിയും വികസനവും തടസ്സപ്പെടുത്തുന്ന ഒരു അക്രമ സ്വഭാവമുള്ള, ഒരു ഭീകരവാദ സ്വഭാവമുള്ള ഒരു പുതിയ രാഷ്ട്രീയമായി മാവോയിസ്റ്റ് രാഷ്ട്രീയം മാറിയെന്നും അത്തരം സന്ദർഭങ്ങളിൽ ഭരണകൂടത്തിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുമാണ് ശ്രീ PC ചാക്കോ ഇവിടെ വിശദീകരിച്ചത്. ഒഡീഷ ആന്ധ്ര അതിർത്തിയിലെ ചിത്രകൊണ്ട വനമേഖലയിൽ ഇന്നലെ നടന്ന മാവോയിസ്റ്റ് വേട്ടയാണ്. ഈ പശ്ചാത്തലത്തിന് വേണമോ മനസ്സിലാക്കാൻ? ഇതിൽ PC ചാക്കോ പറഞ്ഞതിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയണം, ഈ ചർച്ചയിലും പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മാവോയിസ്റ്റ് ഞാനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഞാൻ നേരത്തെ നക്സലൈറ്റ് പ്രവർത്തനം നടത്തിയ ആളാണ്. പക്ഷേ ഇന്ന് മാവോയിസത്തിന് രാഷ്ട്രീയത്തോട്, ഇന്ന് പറയുന്ന മാവോയിസം നക്സലൈറ്റ് പ്രവർത്തനം തുടർച്ചയല്ല, രാഷ്ട്രീയമായിട്ട് അതിനോട് കടുത്ത വിയോജിപ്പുള്ള ഒരാളാണ്, അതിൽ യോജിക്കുന്ന ഒരാളല്ല. പക്ഷേ അതും രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും അതുന്നയിക്കുന്ന പ്രശ്നങ്ങളും രണ്ടാണ്. ഒന്ന്, PC ചാക്കോ പറഞ്ഞതിൽ രണ്ട് കാര്യം നമുക്ക് നോക്കാം. വികസന പ്രവർത്തനം തന്നെയാണ് പ്രശ്നം. ഞാൻ ഈ ഭാഗങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, അതിനടുത്ത് ഛത്തീസ്ഗഡിലൊക്കെ.
ഈ ഛത്തീസ്ഗഡ് ഭാഗത്ത് ശരിക്കും ഇന്ന് മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഒറീസയുടെ ബോർഡർ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രത്നഖനിയാണ്. ഒരുപാട് മിനറൽസൊക്കെ ഉള്ള പ്രദേശമാണത്. ഈ പ്രദേശത്ത് ആദിവാസികളായിരുന്നു ജീവിച്ചിരുന്നത്. ഈ ആദിവാസികളെ താമസിക്കാൻ ഇടം പോലും ഇല്ലാതെ ഓടിക്കുകയും പകരം അത് രാജ്യത്തിന് വികസനം ഉണ്ടാക്കുന്നുണ്ടാവാം, രാജ്യത്തിനല്ല ഇവിടുത്തെ വൻ കുത്തകകൾക്ക് വലിയ വികസനം ഉണ്ടാക്കുന്നുണ്ടാകാം. ആ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആദിവാസികളെ ജീവിതം നിരാശ്രയമാക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടിയാണ് ഇന്നത്തെ ഈ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയായിട്ട് വേരായിട്ട് പ്രവർത്തിക്കുന്നത്. രണ്ടാമത് പി സി ചാക്കോ പറഞ്ഞ പ്രശ്നം തന്നെ നോക്കുക. കലഹന്തിയിൽ ഒരുപാട് കാശ് പി സി ചാക്കോയുടെ സർക്കാർ ഇറക്കിയെന്നാണ് പി സി ചാക്കോ പറയുന്നത്. ഈ കലഹന്തിയിൽ നിന്ന് കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾ വാർത്ത കേട്ട് ഒരു ഭാര്യയുടെ ബോഡിയും ചുമലിൽ ഏറ്റി നടന്ന വാർത്ത നിങ്ങൾ കേട്ടത്. അപ്പോൾ ഈ വികസനം എന്ന് പറഞ്ഞത് ഒരുപക്ഷെ അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വീഴ്ചയുണ്ടാവാം, കുത്തുകളൊക്കെ വീഴ്ചയുണ്ടാകും. കലഹന്തിയിലെ ജനങ്ങൾക്കിടയിൽ വികസനം എത്തിയിട്ടില്ല എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവുകൾ ആവശ്യമില്ല. ഇനി രണ്ടാമത് മാവോയിസം രാഷ്ട്രീയമായി തെറ്റാണെന്ന് വെക്കുക. തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാൻ തെറ്റാണെന്നിരിക്കട്ടെ, തെറ്റാണ്. അങ്ങനെ തെറ്റാണെങ്കിൽ മാവോയിസ്റ്റുകൾ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഭരണഘടനക്ക് ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ തോന്നിയ പോലെ വെടിവെച്ച് കൊല്ലാൻ അവകാശമുണ്ടോ? ഭരണഘടന ആദ്യമായിട്ട് സാറിന് നാട്ടിലൊരു ചൊല്ലുണ്ട്, ആശാൻ അക്ഷരം 1 പിഴച്ചാൽ 52 പിഴക്കും ശിക്ഷനുണ്ട്. സ്റ്റേറ്റാണ് ഭരണഘടനയോട് ബഹുമാനം ഉണ്ടാകേണ്ടത്. സ്റ്റേറ്റിന് ഭരണഘടനയോട് ബഹുമാനം ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാ ഭരണഘടനയോട് ബഹുമാനം? ഛത്തീസ്ഗഡിലെ ആദിവാസികൾക്ക് എന്താ ഭരണഘടനയോട് ബഹുമാനം? അപ്പോൾ ഭരണഘടന പാലിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ളത് ഇവരല്ല, ഇവർ പാലിക്കണം, അത് വേറൊരു വിഷയം. പക്ഷേ ബാധ്യസ്ഥമായിട്ടുള്ളത് സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് നിയമവിരുദ്ധമായിട്ട് ഭരണഘടനയോടൊരു ഒരു മതിപ്പും കാണിക്കാതെ ജനങ്ങളെ കൊന്നൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ ഈ സ്ഥിതിയിലേക്ക് എത്തുക. ഈ അവസ്ഥ ഉണ്ടാക്കുന്നത് സ്റ്റേറ്റ് ഇപ്പോൾ മാവോയിസത്തിൻ്റെ ഇയാൾ ചാക്കോ തന്നെ പറഞ്ഞ കാര്യം രാഷ്ട്രീയ അധികാരം തോക്കുകളിലൂടെ എന്നുള്ള മാവോയുടെ ഒരു ഉദ്ധരണിയാണ്. ആകെ രാഷ്ട്രീയമൊക്കെ അത് പോയി. അത് മാത്രമേ ഇന്ന് മാവോയിസ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതൊരു വിഷയം മാറ്റി വെക്കാം നമ്മൾ. പക്ഷേ ഈ തോക്കിൻകോഴിയുടെ രാഷ്ട്രീയം ഇതിനെ സ്റ്റേറ്റ് മറുപടി പറയുന്നത് തോക്കിൻകോഴിലുകൊണ്ട് മാത്രമാണ്. എതിർക്കുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലാൻ സുരേഷ് ഗോപിയെ പോലെ സിനിമാക്കാരെ പോലെ പോലീസിന് അവകാശമൊന്നുമില്ല. സിനിമ കാണും, സിനിമ പറ്റുമത്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ സാധ്യമല്ല. സ്റ്റേറ്റിന് അതിന് അവകാശമില്ല. ആ അവകാശം സ്റ്റേറ്റ് ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ്. ഇപ്പം ഇന്നലെ തന്നെ സംഭവം എടുത്തു കഴിഞ്ഞാൽ ഇന്നലെ നടന്നത് ഒരു ഏറ്റുമുട്ടലല്ല എന്നാണ് ശ്രീ സോമശേഖരൻ പറയുന്നത്. അല്ല, ഏറ്റുമുട്ടലാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ പ്രശ്നം 27 പേര് ഓളൊപ്പം മരിച്ചു. 27 വളരെ കൂടാൻ സാധ്യതയുണ്ടത്. അപ്പോൾ ഇത്രയും ആളുകൾ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്തായാലും മറ്റ് രാഷ്ട്രീയത്തിൽ എന്ത് കുറവുണ്ടായാലും ആയുധവിദ്യയിൽ കുറവുള്ള ആളുകളൊന്നുമല്ല. നല്ല ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇത്രയധികം ആയുധങ്ങൾ അവരുടെ പിടിച്ചു എന്നാണ് സ്റ്റേറ്റ് പോലീസ് തന്നെ പറയുന്നത്. ഇത്രയധികം AK-47 അടക്കമുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയും പോലീസ് വളഞ്ഞ് ആക്രമിക്കുകയും ചെയ്തിട്ട് ഇത്ര ചെറിയൊരു കാഷ്വാലിറ്റി മാത്രമേ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് കൊല തന്നെയാണ്, സംശയമില്ലത്. അത് കൊന്നത് തന്നെയാണ്. അല്ല, അവിടെ ഒരു യോഗം നടക്കുന്നു, ഒരു സമ്മേളനം നടക്കുന്നു എന്ന രഹസ്യ വിവരം കിട്ടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാവോയിസ്റ്റുകളെ നേരിടാൻ വേണ്ടി പ്രത്യേക പരിശീലനം ലഭിച്ച കമാൻഡോകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സംഘം അവരെ വളയുന്നു, തുടർന്ന് ആക്രമിക്കുന്നു എന്നതാണല്ലോ അതിന് പിന്നിൽ നടന്നിട്ടുണ്ടാവുക. അതെ, അത് നമുക്കിപ്പോൾ ഇത് രണ്ടും അല്ല, താങ്കൾ അതിൻ്റെ മറിച്ച് മറ്റൊരു വശം അങ്ങനെയാണെങ്കിൽ തന്നെ ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെത്തുമ്പോൾ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? അതിൽ 2-3 പ്രശ്നമുണ്ട്. വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മാവോയിസ്റ്റുകൾ യോഗം ചേരുന്നത് കാട്ടിലാണെങ്കിലും സായുധരായിട്ടാണ്. തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ ആയുധവും അവർക്ക് സെൻട്രിയും സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും. അങ്ങനെ സെൻട്രിയും സെക്യൂരിറ്റി ഒക്കെ ഉള്ള സ്ഥലത്ത് ഈ പ്രത്യേകിച്ച് മൊഴിയുദ്ധത്തിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ നേരെ ഈ എത്ര തന്നെ വളഞ്ഞാക്രമിച്ചാലും, കാട് ഇവരെക്കാളും വിദഗ്ധരാണ്, കാടിനെക്കുറിച്ച് വിദഗ്ധരാണ് മാവോയിസ്റ്റുകൾ. വളഞ്ഞാക്രമിച്ചാലും ഇത്രയും കാഷ്വാലിറ്റിയിൽ ഉണ്ടാകും, ഉറപ്പാണത്. ഇതിനേക്കാൾ കൂടുതൽ പോലീസിൻ്റെ ഭാഗത്ത് കാഷ്വാലിറ്റി ഉണ്ടാകും. ഏത് മന്ദബുദ്ധിക്കും ചിന്തിക്കാവുന്നൊരു കാര്യമാണത്. ഇനി രണ്ടാമത് പ്രശ്നം അങ്ങനെയാണെന്ന് വെക്കുക. നമ്മളിപ്പം 2 പക്ഷത്ത് പറയുന്നത് നമ്മൾ ന്യായം പറയണ്ട. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ പൗരന്മാരാണ് 10-30 പേര് കൊല ചെയ്യപ്പെട്ടത്. ഇന്ത്യൻ പൗരന്മാർ കൊല ചെയ്യപ്പെട്ടാൽ അതിന് ഇത്ര നിസ്സംഗമായിട്ടാണ് അവർ രാഷ്ട്രീയമായിട്ട് നമുക്ക് വിയോജിക്കുന്നവരാകാം, അല്ലെങ്കിൽ ആയുധം എടുക്കുന്നവരാകാം. അതിനോട് ഇത്ര നിസ്സംഗമായിട്ടാണ് സ്റ്റേറ്റ് പെരുമാറുന്നത്. എനിക്ക് തോന്നുന്നത് ജുഡീഷ്യൽ അന്വേഷണം, സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ഒരു അന്വേഷണം നടത്തണം. ഞാൻ ഒരു നിമിഷം താങ്കളെ ഡോക്ടർ ബാലശങ്കർ, സ്വന്തം നാട്ടിലെ ജനങ്ങളെ അവരെ ശത്രുക്കളായി കണ്ട് കൊന്നൊടുക്കി എന്നതാണ് ഇവിടെ ശ്രീ സോമശേഖരൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഭാഗം. അദ്ദേഹം നിരത്തുന്ന യുക്തി മാവോയിസ്റ്റുകളെ ഒരു ഏറ്റുമുട്ടലിലൂടെ കീഴ്പ്പെടുത്തി എന്ന് വിശ്വസിക്കാൻ പാകത്തിലുള്ള സാഹചര്യമല്ല ഉള്ളത് എന്നാണ്. ഒരാളെ പോലും പരിക്കുകളോടെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സേനയ്ക്ക് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെയാണോ ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലെ പൗരന്മാരോട് പെരുമാറേണ്ടത് എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നിലേക്കിടുന്നത്. ഡോക്ടർ ആർ ബാലശങ്കർ, താങ്കൾക്ക് മറുപടി പറയാം.
ഇന്ത്യയുടെ ഏത് പൗരൻ മരിച്ചാലും അതിൽ കാര്യത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. ആരും ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയിലെ പൗരന്മാർ മരിക്കണമെന്ന്. അതേസമയത്ത് ഇപ്പോൾ എനിക്ക് മുൻപ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ തന്നെ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞു മാവോയിസ്റ്റുകൾ സന്നദ്ധരാണ്, യുദ്ധത്തിന് സജ്ജരായിട്ടുള്ള ആളുകളാണ്, ഒളിപ്പോർ യുദ്ധത്തിൽ അവർക്ക് വളരെ വളരെ പ്രാവീണ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരെ പോലീസ് നേരിട്ട് ഇതുപോലെ കൊല്ലാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു വ്യക്തമായ കാര്യമെന്ന് പറയുന്നത് പോലീസിനോട് നേരിടാനും പോലീസിനെ കൊല്ലാനും തയ്യാറായിട്ടുള്ള ഒരു ആൾക്കാർ, അവരെ നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കാത്ത ഒരു ജനവിഭാഗം, അവരെ ഒരു തരത്തിലുള്ള വികസനവും നടക്കരുത് എന്ന് നിർബന്ധമുള്ള ആൾക്കാർ, ആദിവാസികളെ ആദിവാസികളായിട്ട് തന്നെ അവർക്ക് യാതൊരു തരത്തിലുള്ള പുരോഗതിയോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വ്യവസായവൽക്കരണമോ ഒന്നും തന്നെ നടക്കാതെ അവരെ എന്നും പട്ടിണിയിലും പാവങ്ങളായിട്ട് നിലനിർത്തണമെന്ന് നിർബന്ധമുള്ള ആ നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ ആയുധം പരിശീലനം കൊടുത്തിട്ട് അവരെ കാനൻ ഫോഡറായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യവസ്ഥയാണ് മാവോയിസ്റ്റുകൾ ഇന്ത്യയിൽ പലയിടത്തും നടപ്പാക്കിയിട്ടുള്ളത്. ശ്രീമാൻ പി സി ചാക്കോ പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട്. കാരണം ഈ രാജ്യത്തിന് ആവശ്യമെന്ന് പറയുന്നത് വികസനമാണ്. വികസനത്തിന് അനുകൂലമായ സാഹചര്യം ജനാധിപത്യത്തിൽ എല്ലാവർക്കും എല്ലാ തരത്തിലും അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അവർ ബാലറ്റിൽ കൂടെ പ്രതിഷേധം രേഖപ്പെടുത്താം, പ്രകടനത്തിലൂടെ നടത്താം, പ്രസ്താവനകളിലൂടെ നടത്താം. പക്ഷേ ആയുധമെടുത്തിട്ട് ഒരു സായുധ സമരം ഇന്ത്യയിലെ സുരക്ഷാ വിഭാഗത്തിനെതിരായിട്ട് നടത്തുമ്പോൾ സുരക്ഷാ വിഭാഗം എല്ലാവരും വളരെ വളരെ തന്മയത്വത്തോടു കൂടിയിട്ട് അതിൽ നിന്ന് മാറി നിൽക്കണമെന്നും അവർ പ്രതികരിക്കരുത് എന്നും പറയുന്ന ഈ ഒരു തത്വശാസ്ത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീമതി സി കെ ജാനു, പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെടാതിരിക്കാനും വൻകിട കുത്തകകൾ ഇതെല്ലാം ചോർത്തിയെടുത്ത് കൊണ്ടുപോകാതിരിക്കാനും ആയുധമെടുത്ത് നിൽക്കുന്നവർ എന്ന നിലയിൽ മാവോയിസ്റ്റുകളുടെയും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നവർ എന്ന നിലയിൽ അവർ ഉന്മൂലനം ചെയ്യാൻ ഭരണകൂടം എടുക്കുന്ന നിലപാടുകൾക്കുമിടയിൽ ജീവിതവും ജീവിക്കാനുള്ള അവകാശവും ഹോമിക്കപ്പെടുന്ന ഒരു വിഭാഗമായി ആദിവാസികൾ മാറുകയാണോ? ആദിവാസികൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു നെക്സലൈറ്റ് അല്ല, ഞാനൊരു മാവോയും അല്ല. അത്തരം കാര്യങ്ങളോട് അവരുടെ പ്രവർത്തനം എന്താണ്, അവരുടെ നിലപാട് എന്താണ്, അതൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. ഒരു നെക്സലൈറ്റും ഒരു മാവോയും അല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ ആദർശവും അത്തരം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഈ ഇന്ത്യയിൽ ഏതൊരു പൗരൻ മരിച്ചാലും അത് ഇന്ത്യക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ കൂട്ടത്തോടെ കുറേ ആളുകളെ വെടിവെച്ച് കൊന്നതുകൊണ്ട് പ്രശ്നത്തിന് യാതൊരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ടാണ് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഈ മാവോയിസ്റ്റും നെക്സലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവേണ്ടി വരുന്നു, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെ കണ്ടുപിടിക്കുകയും അതിനു വേണ്ട പ്രതിവിധി ഉണ്ടാക്കുന്നതിന് പകരം ആയുധമെടുത്തിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തതുകൊണ്ട് ശരിക്കും ആർക്കാണ് പ്രയോജനമുണ്ടാവുന്നത് എന്ന് പരിശോധിച്ചാൽ ആർക്കും ഉണ്ടാവില്ല. കുറേ ആളുകളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നിർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് പോകുന്നില്ല എന്നുള്ള വസ്തുതയാണ് ശരിക്കും നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഇത്തരമൊരു അവസ്ഥ ഇനി ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ആ പ്രദേശത്ത് നടക്കേണ്ടത്, അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതാത് സ്റ്റേറ്റിലുള്ള ഗവൺമെൻറ് ആ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ഉത്തരവാദിത്വം കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരം പ്രവണതകൾ ഇനി കൂടുതൽ വർദ്ധിച്ചു വരാതിരിക്കാനുള്ള പദ്ധതി എന്താണ് ആസൂത്രണം ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരമൊരു ഗ്രൂപ്പുകൾ ഉണ്ടായി വരുന്നത്? അത് ഇനി സ്റ്റേറ്റിൻ്റെ നിലപാടിൻ്റെ പ്രശ്നമാണോ? സ്റ്റേറ്റിൻ്റെ ഇടപെടലിൻ്റെ പ്രശ്നമാണോ? സ്റ്റേറ്റ് ഒരു വിഭാഗം ജനങ്ങളെ മാറ്റി നിർത്തുന്നതിൻ്റെ ഭാഗമാണോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണവും ഈ അന്വേഷണത്തിലൂടെ കണ്ടെത്തുന്നതിന് പ്രതിവിധിയും വളരെ ശക്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, സ്റ്റേറ്റ് അത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായിട്ട് പരിഹാരമുണ്ടാക്കാൻ
പറ്റുന്നതാണ് ശരിക്കും. ആ ഒരു നിലയിലേക്ക് സ്റ്റേറ്റിന്റെ ഒരു കീഴ്വഴക്കം തന്നെ ഉണ്ടാവണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വരാൻ താങ്കൾ ശ്രീ പി സി ചാക്കോ, താങ്കൾ നേരത്തെ പറഞ്ഞ വികസനം, ഈ വികസനം ദരിദ്രരായ ആളുകളെ കൂടുതൽ കൂടുതൽ ദരിദ്രരാക്കുകയും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയും പ്രകൃതി വിഭവങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെട്ട് അതൊക്കെ കുത്തകകളുടെ കയ്യിൽ അവർക്ക് കൊള്ളലാഭം ഉണ്ടാക്കാവുന്ന മുതലുകളായി മാറും എന്ന ആശങ്കയും, ഇതെല്ലാമല്ലേ ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് മാവോയിസ്റ്റ് രാഷ്ട്രീയം വേരുപിടിക്കാൻ ഇടയാക്കിയ സാമൂഹ്യ സാഹചര്യങ്ങൾ? ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അതിനുവേണ്ട പ്രതിവിധി ചെയ്യുക എന്നതായിരുന്നില്ലേ ഭരണകൂടം ഇവിടെ ചെയ്യേണ്ടിയിരുന്നത്? ഇനി മാവോയിസ്റ്റ് രാഷ്ട്രീയം താങ്കൾ പറഞ്ഞതുപോലെ സാധാരണക്കാരായ ഗ്രാമീണരെ കൊന്നൊടുക്കി ആ തരത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തി വളരുകയാണെങ്കിൽ തന്നെ, വളർന്നു എന്നിരിക്കെ തന്നെ, അതിനെ കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായി ഭരണകൂടങ്ങൾ അഡ്രസ്സ് ചെയ്തതല്ലേ സർ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെയൊക്കെ മൂലകാരണം? അതിന് പരിഹാരം കാണാൻ താങ്കളുടെ സർക്കാരും അതല്ലെങ്കിൽ ഇന്ത്യയിൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾ ശ്രദ്ധിച്ചില്ല എന്നതല്ലേ പ്രശ്നം കൂടുതൽ വഷളാക്കാനുള്ള യഥാർത്ഥ കാരണം? ജനങ്ങളുടെ പിന്നോക്കാവസ്ഥ, പല പ്രദേശങ്ങളുടെയും പിന്നോക്കാവസ്ഥയാണ് ഒരു പക്ഷേ ഗവൺമെന്റിനെതിരെ ആയുധമെടുക്കാനും അക്രമ മാർഗങ്ങളിലൂടെ ഗവൺമെന്റുകളെ നേരിടാനും ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വസ്തുത എന്ന് ഞാൻ ആദ്യം തന്നെ ആമുഖമായി തന്നെ പറഞ്ഞു. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ പ്രാദേശിക പിന്നോക്കാവസ്ഥയും ജനങ്ങളുടെ പ്രാഥമിക ജീവിത സൗകര്യങ്ങളില്ലാത്ത അവസ്ഥയും വളരെ വലിയൊരു വെല്ലുവിളിയാണ് ജനാധിപത്യ ഗവൺമെന്റുകളുടെ മുൻപിൽ. നമ്മൾ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള മാർഗം എന്താണ്? അത് സായുധ വിപ്ലവത്തിൻ്റെ മാർഗമാണോ? അതല്ല തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങളും നിയമനിർമ്മാണങ്ങളിലൂടെ മാറ്റമുണ്ടാക്കുന്ന ജനാധിപത്യ മാർഗമാണോ? അടിസ്ഥാനപരമായ ഈ കാഴ്ചപ്പാടിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളിതിനെ ഒരു നിയമപ്രശ്നമോ മനുഷ്യാവകാശ പ്രശ്നമോ മാത്രമായിട്ട് കാണാൻ പാടില്ല. ഇന്ത്യയിൽ തെലങ്കാനയിൽ ആരംഭിച്ച നക്സൽ മൂവ്മെന്റ് പല സംസ്ഥാനങ്ങളിലേക്കും പടർന്ന് ഇന്നൊരു പക്ഷേ 100-200ഓളം ജില്ലകളിൽ നക്സലൈറ്റ് സാന്നിധ്യമുണ്ടെന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുമ്പോൾ ദാരിദ്ര്യം, പിന്നോക്കാവസ്ഥ ഇത് ഈ നക്സലിസത്തിന് പ്രോത്സാഹനം നൽകുന്നു എന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കുന്നില്ല. പക്ഷെ ഗവൺമെന്റുകൾ, തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റുകൾ ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വേണം ഈ പ്രശ്നത്തെ നേരിടാൻ എന്ന വാദം പറയുമ്പോൾ അത് എന്തുകൊണ്ട് നടപ്പാകുന്നില്ല എന്നതിലേക്കാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇവിടെ കൽക്കരി ആണെങ്കിലും അതല്ല ഇരുമ്പയിലാണെങ്കിലും ബോക്സൈറ്റ് ആണെങ്കിലും പ്രകൃതിജന്യമായ ധാതുക്കളും നിക്ഷേപങ്ങളും ധാരാളമുള്ള ജാർഖണ്ഡിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ഒറീസയിലും ബീഹാറിലും ഒക്കെ ഇതെല്ലാം കുത്തകകൾ കൊള്ളയടിക്കുന്നു എന്ന നിലയിലുള്ള വലിയൊരു ഭയം ആദിവാസികളുടെ ഇടയിലുണ്ട്. ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ സംരക്ഷിക്കേണ്ടത് ആരാണ്? അവരെ സംരക്ഷിക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങളാണ്. ആദിവാസികളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുകൾ വേണം, അവർക്ക് ശുദ്ധജലം വേണം, അവർക്ക് ജീവിത സൗകര്യങ്ങൾ വേണം, ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, തൊഴിൽ വേണം. ഇതുണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ എതിർത്തുകൊണ്ട് എന്നും അവരെ ഒറ്റപ്പെടുത്തി പട്ടിണിക്കാരായി നിലനിർത്തിക്കൊണ്ട് ആ അരാജകത്വത്തിലൂടെ മാത്രമേ ഈ പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മൾ കാണാതിരുന്നുകൂടാ. ആദിവാസി കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പള്ളിക്കൂടങ്ങൾ തീവച്ച് നശിപ്പിച്ച സ്ഥലം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജാർഖണ്ഡിലും അതുപോലെ തന്നെ ഒറീസയുടെ പല ഭാഗങ്ങളിലും ബീഹാറിൻ്റെ പല ഭാഗങ്ങളിലും ഒക്കെ തങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളെ നിഷ്കരണം കൊലപ്പെടുത്തുന്ന ഒരു സമീപനം കൂടെ ഈ നക്സലൈറ്റ് മൂവ്മെൻറ്റുകൾ പല സ്ഥലത്തും സ്വീകരിക്കുന്നുണ്ട്. അവര് വളരാനിടയാക്കിയ സാമൂഹ്യ സാഹചര്യങ്ങളെ നേരിടേണ്ടത് ജനജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ജനാധിപത്യ ഭരണകൂടങ്ങളുടെ പരിശ്രമങ്ങളിലൂടെയാണ്. ചർച്ചയ്ക്ക് തയ്യാറാണെന്നുണ്ടെങ്കിൽ നക്സലൈറ്റ് ഗ്രൂപ്പുകൾ ആരുമാവട്ടെ അവരുടെ ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറാവണം. വനാന്തരങ്ങളിൽ സായുധ വിപ്ലവത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആയുധങ്ങൾ കരസ്ഥമാക്കുകയും സായുധ വിപ്ലവത്തിലൂടെ പോലീസുകാരെ കൊന്നൊടുക്കുകയും ചെയ്യുമ്പോൾ പോലീസുകാരും മനുഷ്യരാണെന്നുള്ള കാര്യം നമ്മൾ കാണണം. അതുകൊണ്ട് ആരുടെയെങ്കിലും മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കുകയോ ആദിവാസികളെ മുഴുവൻ കൊന്നൊടുക്കുകയോ അല്ലെങ്കിൽ നക്സലൈറ്റ് മൂവ്മെൻറ്റിലുള്ള മുഴുവൻ ആളുകളെ കൊന്നൊടുക്കുകയോ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് നയമല്ല. പക്ഷേ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് നക്സലിസം അല്ലെങ്കിൽ നക്സലൈറ്റ് മൂവ്മെൻറ്റ് എന്നുള്ളത് കാണാതിരുന്നു കൂടാ. അപ്പം ജനജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നക്സലൈറ്റുകൾക്ക് വിട്ടുകൊടുക്കുക, അവരെ ഇതേൽപ്പിക്കുക എന്നതല്ല. അവരുടെ കൂടെ സഹകരണത്തോടുകൂടെ ആ പ്രശ്നങ്ങൾക്ക് ഗവൺമെൻറ് പരിഹാരമുണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതിനെ ശ്രീ വാസുദേവ് ഖണ്ഡിക്കുണ്ടായി. കാലഖണ്ഡിയിലും കോരാപ്പുട്ടിലുമൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ വികസനത്തിന് വേണ്ടി ഗവൺമെൻറ് റോഡ് വെട്ടിയാൽ ആ റോഡ് മൈൻ വെച്ച് തകർക്കുക, പള്ളിക്കുടങ്ങൾ ഉണ്ടാക്കിയാൽ അത് തീ വെച്ച് കളയുക,
വാട്ടർ സപ്ലൈ ലൈനുകൾ പൊട്ടിക്കുക. അങ്ങനെയാണെങ്കിലും ജനങ്ങളെ ഗവൺമെന്റിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് അവരെ എന്നും ഒരു ഹ്യൂമൻ ഷീൽഡായി മറയായി കണ്ടുകൊണ്ട് വനാന്തരങ്ങളിലിരുന്ന് ഒളിപ്പോര് സംഘടിപ്പിക്കുക എന്ന് വെച്ചാൽ പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി എന്ന് പറയുന്ന PLGA ആണ് ഇന്ന് പോലീസിനെ നേരിടുന്ന മാവോയിസ്റ്റ് യുണൈറ്റഡ് മാവോയിസ്റ്റ് ഗ്രൂപ്പിന്റെ ഫൈറ്റിംഗ് ഫോഴ്സ്. ഇവരുടെ ആ സായുധ കലാപത്തെ കണ്ണുമടച്ച് ഗവൺമെന്റുകളും പോലീസും നോക്കി നിൽക്കണോ? അപ്പൊ ഈ പ്രശ്നത്തിന്റെ ഇരുവശവും കാണാതെ ഇത് ഏകപക്ഷീയമായി ഇതിനെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് ശരിയാണെന്ന് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സോമശേഖരൻ, ഇവിടെ ശ്രീ PC ചാക്കോയെ പോലെ ഉള്ളവർക്ക് ഒരു വാദം നിരത്താൻ പാകത്തിൽ ഉള്ള മോശമായ ഇടപെടലുകൾ മാവോയിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഗ്രാമീണർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ, കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ തീയിട്ട് നശിപ്പിക്കുക, അവർക്ക് എത്തുന്ന ശുദ്ധജല പൈപ്പുകളിൽ വിഷം ചേർക്കുക, അങ്ങനെ സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സ്വൈര ജീവിതത്തിന് വിഘാതമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് അവർക്ക് തന്നെ വെറുപ്പുണ്ടാക്കുന്ന തരത്തിൽ അത്തരമൊരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് അവരിൽ പലരും സ്വകാര്യ ലാഭങ്ങൾ പോലും ഉണ്ടാക്കി ജീവിക്കുന്നു എന്നൊക്കെയുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റത്തും പ്രശ്നങ്ങളുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? മാവോയിസ്റ്റുകളുടെ രാഷ്ട്രീയമോ അവരുടെ ഇന്നത്തെ പ്രവൃത്തികളോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ. അവരുടെ പ്രവൃത്തികളിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. മാത്രമല്ല രാഷ്ട്രീയമായ എന്തെങ്കിലും മുന്നേറ്റം രാജ്യത്തിനോ ജനങ്ങൾക്കോ ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കാലഹരണപ്പെട്ട രാഷ്ട്രീയം അത് ആ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്കത് വേറൊരു വിഷയമാണ്. നമുക്കത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. ഇങ്ങനെ ഒരു ചാനൽ ചെറിയ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന വിഷയമല്ലത്. പക്ഷെ ഇവർ പറഞ്ഞുള്ളൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം മാവോയിസം ചർച്ച ചെയ്യാനല്ല നമ്മൾ ഇരിക്കുന്നത്. വളരെ തെറ്റായ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് മാവോയിസ്റ്റുകൾ എന്ന് വെക്കുക. ആ തെറ്റായ പ്രവർത്തനം നടത്തുന്ന മാവോയിസ്റ്റുകളെ നേരിടേണ്ടത് സ്റ്റേറ്റ് നേരിടേണ്ടത് ജനാധിപത്യപരമായിട്ടാണോ, ഭരണഘടനയെ ബഹുമാനിച്ചുകൊണ്ടാണോ? സ്റ്റേറ്റിന് ഭരണഘടനയോട് ബഹുമാനം വേണോ? അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം PC ചാക്കോക്കെ പറഞ്ഞ വികസനത്തിൻ്റെ പ്രശ്നം. വികസനം തന്നെയാണ് സർ പ്രശ്നം. കാരണം വികസനം എന്ന് പറഞ്ഞാൽ ഈ കലഹന്തിയിലൊക്കെ മാവോയിസ്റ്റുകൾ വന്ന് ഇവർ പറയുന്ന പോലെ ഇത്ര മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. തെലങ്കാനയിൽ മാവോയിസ്റ്റുകൾ ഉണ്ടായിരുന്നു. കലഹന്തിയിൽ മാവോയിസ്റ്റുകൾ കയറിയിട്ട് ഒരു ദശാബ്ദത്തിന് ഇപ്പുറത്ത് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ കലഹന്തി ഇത്രയും കാലം BJP വക്താവ് പറഞ്ഞ പോലെ വികസിക്കാതിരുന്നത് മാവോയിസ്റ്റുകൾ റോഡ് തടസ്സപ്പെടുത്തിയോണ്ടാണോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 60 വർഷമായില്ലേ, 10-60 വർഷമായില്ലേ? അപ്പോൾ ഇത്രയും കാലമായിട്ട് നിന്നത് ഈ PC ചാക്കോയുടെ റോഡ് തടസ്സപ്പെടുത്തിയോണ്ടാണ്. അതൊക്കെ പറയുന്നതിൽ ശുദ്ധമായ നുണയാണത്. ഇപ്പം ഇന്ന് അവിടെ വികസനമില്ല എന്ന് നിങ്ങൾ ഞാൻ ചർച്ച ചെയ്യാൻ കാരണം തന്നെ ഈ മാവോയിസ്റ്റുകൾ അവിടെ കയറിയും അവിടെ നിങ്ങളുടെ ക്യാമറ കണ്ണൊക്കെ തിരിഞ്ഞു അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആരും അത് അറിയാൻ പോകുന്നില്ലായിരുന്നു. അവിടെ ജനങ്ങളെങ്ങനെ ജീവിക്കുന്നു ആരും അറിയാൻ പോകുന്നില്ലായിരുന്നു. കലഹന്തിയിൽ പട്ടിണി മരണത്തിന് ലോകപ്രസിദ്ധമായ സ്ഥലമാണ്, കുപ്രസിദ്ധമായ സ്ഥലമാണ് കലഹന്തി. അപ്പോൾ പ്രശ്നം വികസനം തന്നെയാണ് പ്രശ്നം. പക്ഷേ വികസനം എങ്ങനെ വേണമെന്നുള്ള പ്രശ്നം. ഇന്ന് ഈ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലൊക്കെ ഉള്ള മേഖലയിൽ ഈ ആദിവാസികൾ അവരുടെ സ്വന്തം ഭൂമിയായി ഉപയോഗിച്ച വനമേഖലയാണത്. ആ വനമേഖലയിൽ നിങ്ങൾ ഇരുമ്പയിരുണ്ട്, ബോക്സൈറ്റ് ഉണ്ട്, ഒക്കെ ശരിയാണ്. അത് കുഴിച്ചെടുക്കണം, ശരിയാണ്. പക്ഷെ അത് കുഴിച്ചെടുക്കുന്നതിൻ്റെ മെച്ചം ഈ ആദിവാസികൾ ഓടിച്ചുകൊണ്ട് വേണം. അവരുടെ ജീവിത ആവാസ വ്യവസ്ഥകളിൽ നിന്ന് അവരെ ആട്ടി ഓടിച്ചു വേണം വികസിക്കുന്നത്. അവരുടെ പ്രദേശമാണത്. നിങ്ങളുടെ എൻ്റെയും പ്രദേശമല്ലത്. ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രദേശമല്ലത്. അപ്പോൾ ഈ എങ്ങനെ വികസിക്കണം എന്നുള്ള പ്രശ്നം. വികസനം വേണം, രാജ്യത്തിന് വികസനം വേണ്ട എന്നും പറയുന്ന ഒരാളൊന്നുമല്ല ഞങ്ങളാരും. ഈ വികസനത്തിന് തടസ്സം നിൽക്കുന്ന സർക്കാരുകൾക്കെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ ആയുധമെടുത്ത് പോരാടുന്ന നാടിൻ്റെ ശത്രുക്കൾ എന്ന നിലയിലാണ് മാവോയിസ്റ്റ് വിഷയം അവതരിപ്പിക്കപ്പെടുന്നത്. അവിടെ വികസനത്തിന് തടസ്സം നിൽക്കുന്നവർ എന്ന കാര്യത്തിൽ PC ചാക്കോയും ബാലശങ്കറും എല്ലാം ഒരേ അഭിപ്രായക്കാരാണ്. ഏത് സർക്കാർ വന്നാലും മാവോയിസ്റ്റ് രാഷ്ട്രീയത്തോടുള്ള സമീപനം ഇതുതന്നെ ആയിരിക്കും എന്നാണോ താങ്കൾ പറയുന്നത്? അതൊന്നാണ്. രണ്ടാമത്തെ വേറൊരു കാര്യം കൂടി ഞാൻ പറയും. ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയ കാര്യമുണ്ട്. ഈ മാവോയിസ്റ്റുകൾ വികസനത്തിന് തടസ്സമുണ്ടാക്കുന്നവരാണ്, അതുകൊണ്ട് അവരെ കൊന്നു വെക്കുക. ഈ ആന്ധ്ര പോലീസിന് ഇതൊരു കളിയാണ്. ആന്ധ്ര പോലീസ് ഒരു 6 മാസം മുമ്പാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആന്ധ്ര തമിഴ്നാട് ബോർഡറിൽ ചന്ദ്രൻ വെട്ടാപ്പോയ കൂലിത്തൊഴിലാളികൾ 7 പേരെ വെടിവെച്ച് കൊന്നത്. ആന്ധ്ര പോലീസ് ഒരു കളിയാണ്, തമാശയാണ്. മനുഷ്യജീവിതം കൊണ്ട് കൊല ചെയ്യുന്നത്. അത് നക്സലൈറ്റുകൾ മാത്രമൊന്നും അല്ല അവർ കൊല്ലുന്നത്. ഇന്നിപ്പം വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ അവസ്ഥ എന്താ? പിന്നെ ജമ്മു കാശ്മീരിൽ ചെയ്യുന്ന എന്താ? ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടൊരു പ്രദേശത്ത് ഇടപെട്ടിട്ട് പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയിട്ട് ഇനി ഞങ്ങൾക്ക് കൊല്ലുകയല്ലാതെ മാർഗ്ഗമില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പ്രശ്നത്തെ കൊല്ലുകയല്ലാതെ മാർഗ്ഗമില്ലാത്ത വിധത്തിൽ വിഷയ സർക്കിളിലൂടെ കുഴപ്പമുണ്ടാക്കിയെടുത്താരാണ്? ഈ സ്റ്റേറ്റ് തന്നെയാണ്. സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് കൊല്ലുകയല്ലാതെ മാർഗ്ഗമില്ല എന്ന് പറയുന്ന ഈ യുക്തി വളരെ ക്രിമിനലാണത്. അത് സ്റ്റേറ്റ് ഭരണഘടനയെ ബഹുമാനിക്കാത്ത ഇന്ത്യൻ ഭരണഘടന, ഞാനും ചാക്കോയും നിങ്ങളും എന്നല്ല, അല്ലെങ്കിൽ മോഡിയൊന്നല്ല ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടന നമ്മളെയൊക്കെ വ്യക്തികളെക്കാളൊക്കെ വളരെ വലുതാണ്. ആ വളരെ വലുതായതുകൊണ്ട് നമ്മൾ പാവനമാണെന്ന് പറയുന്നത്. അതിൽ വിശ്വാസമില്ല നിങ്ങൾക്ക്. നിങ്ങളിത് പറയുന്നത് ഭരണഘടന പാലിക്കാൻ സ്റ്റേറ്റിന് ഭരണഘടന പാലിച്ചുകൊണ്ട്, നിയമം പാലിച്ചുകൊണ്ട് നക്സലൈറ്റുകൾ നേടാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഭരണഘടന കത്തിക്കണം. നിങ്ങളാണ് ക്രിമിനലുകൾ, ഇത് പറയുന്ന ആളുകൾ.
അപ്പോൾ പ്രശ്നം മാവോയിസ്റ്റുകൾ ശരിയോ തെറ്റോ എന്നുള്ളതല്ല. മാവോയിസ്റ്റുകൾ തെറ്റുണ്ടാവാം, അവർ ചെയ്യുന്ന വഴിയോട് എനിക്ക് യോജിപ്പില്ല, എനിക്കെന്നല്ല ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും യോജിപ്പില്ല, അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒക്കെ ശരിയാണ്. ഈ മാവോയിസ്റ്റ് രാഷ്ട്രീയം ഉയർത്തുന്ന ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള അവരുന്നയിക്കുന്ന ചോദ്യങ്ങളും അവർ ഉയർത്തുന്ന പ്രശ്നങ്ങളെയും മാവോയിസ്റ്റ് രാഷ്ട്രീയം ഉണ്ടാക്കിയിട്ടുള്ള അപകടങ്ങളെയും രണ്ട് രീതിയിലുള്ള സമീപനം ആവശ്യമായ പ്രശ്നങ്ങളായാണോ താങ്കൾ കാണുന്നത്? അത് രണ്ട് പ്രശ്നങ്ങളാണ്. മാവോയിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ ആദിവാസികൾ, ഇപ്പം ആന്ധ്രയിലൊക്കെ മാവോയിസ്റ്റുകളുടെ കൂടെ മരിച്ചിട്ടുള്ളത് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ടാവും. ഇന്നല്ലെങ്കിലും നേരത്തെ ഞാൻ മരിച്ചിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിനും നല്ല ഡ്രസ്സിനും വേണ്ടി, നല്ല വേഷത്തിനും ഒരു ഷൂക്കും വേണ്ടി ഇവരുടെ കൂടെ സൈന്യത്തിൽ ചേരാൻ ആളുകളുണ്ട് അവിടെ. ആ ആളുകൾ ഉണ്ടാകുന്ന കാരണം എന്താണ്? ജീവിതം അത്രയും പിന്നോക്കാവസ്ഥയിൽ അവിടെ ഉള്ളത്. ശരിക്കും അവിടുത്തെ ഞാൻ സൈന്യത്തിൽ ചേർന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ മാവോയിസ്റ്റ് നക്സലൈറ്റുകളായിരുന്ന കാലത്ത് ഒരു നല്ല വേഷം കിട്ടിയാൽ മരിക്കാൻ തയ്യാറുള്ള ആളുകളുണ്ട്. കാരണം നല്ല ഭക്ഷണം വയറിറച്ച് കിട്ടിയാൽ മരിക്കാൻ തയ്യാറുള്ള ആളുകളുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് 16ഉം 18ഉം വയസ്സുള്ള ആളുകളെ എത്ര പേര് മരിച്ചിട്ടും വീണ്ടും വീണ്ടും കിട്ടുന്നത്? അവരുടെ ജീവിതത്തെക്കാൾ മരണത്തെക്കാൾ മോശമാണ് ജീവിതം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം സ്റ്റേറ്റ് കാണാതിരിക്കുകയും പിന്നെയും കയറിക്കിടന്നിട്ട് ഗീർവാണം പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ അവസ്ഥ പരിഹരിക്കപ്പെടില്ല, കൂടിക്കൊണ്ട് വരികയുള്ളൂ. ആദിവാസികളുടെയും ദളിത്തുകളുടെയും ഒക്കെ നേരെ നടത്തുന്ന ഇന്നത്തെ ആദിവാസികൾ, ദളിത്തുകൾ, എല്ലാ പിന്നോക്ക ആളുകളുടെയും നേരെ ഇന്ന് മനുഷ്യരെന്ന നിലയിലുള്ള കൈകാര്യം ചെയ്യലല്ല ഈ സ്റ്റേറ്റ് നടത്തുന്നത്, പോലീസ് നടത്തുന്നത്. ഡോക്ടർ ബാലശങ്കർ, മാവോയിസ്റ്റ് വിഷയം മറ്റൊരു തരത്തിൽ ജനാധിപത്യപരമായ ഒരു സമീപനം ആവശ്യമായ സങ്കീർണമായ ഒരു വിഷയമായി ഭരണകൂടങ്ങൾ തിരിച്ചറിയേണ്ടതല്ലേ? ആ തരത്തിലുള്ളൊരു ഇടപെടൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ജനാധിപത്യപരമായിട്ട് തന്നെ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. അങ്ങനെ പരിഹരിക്കുന്ന ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജാർഖണ്ഡിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും പല സ്ഥലങ്ങളിലും നക്സലൈറ്റ് പ്രഭാവിത പ്രദേശങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, ഒരുപാട് വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നക്സലൈറ്റുകളുടെ ആതങ്കവാദം, അതായത് അവരുടെ ഒരു അടിമകളെ പോലെയാണ് ഇവിടുത്തെ ആദിവാസികൾ ജീവിക്കുന്നത്. അവരുടെ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനെ അവർ എതിർക്കാറുണ്ട്. വീടുകളിൽ നിന്ന് ഓരോ കുട്ടികളെ, മൂത്ത കുട്ടിയെ ഞങ്ങൾക്ക് വേണ്ടി പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അടിമകളെ പോലെ വെട്ടി തരണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് വീടുകളിൽ നിന്ന് കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്ന അത്തരം ഒരു തരത്തിലുള്ള മൃഗീയമായിട്ടുള്ള സമീപനമാണ് ആദിവാസികൾക്ക് എതിരായിട്ട് അവിടുത്തെ നക്സലേറ്റുകൾ പല സ്ഥലത്തും. അവരോടുള്ള ഭയം കൊണ്ട് മാത്രമാണ് നക്സലേറ്റുകളെ ആദരിച്ച് അവിടുത്തെ ആദിവാസികൾ കഴിയുന്നതെന്നാണ് സത്യം. അവിടെ വനവാസി കല്യാണാശ്രമത്തെ പോലുള്ള സംഘടനകളെ, അതുപോലെ തന്നെ പല മിഷണറി പ്രവർത്തനങ്ങളെ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ പല പ്രവർത്തനങ്ങളെയും അവിടുത്തെ ആദിവാസികളെ ഒരു രക്ഷകരെ പോലെയാണ് കാണുന്നത്. പല സ്ഥലത്തും ഞാനിത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴേ പാവപ്പെട്ട ആൾക്കാർക്ക് സൗജന്യമായിട്ട് വാതകം കൊടുക്കുന്ന ഘട്ടത്തിലാണെങ്കിലും സ്മാർട്ട് റേഷൻ കാർഡുകളെ സ്മാർട്ട് കാർഡ് എന്നുള്ള നിലയ്ക്ക് കൊടുക്കുന്നതാണെങ്കിലും ഛത്തീസ്ഗഡിലൊക്കെ നക്സലൈറ്റുകളുടെ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും അടിമത്തത്തിനും ജീവിക്കുന്ന ഒരു ജനങ്ങളെയാണ് നമ്മളവിടെ കാണുന്നത്. പഴയ കഥകളൊക്കെ പോയിട്ട് ഇപ്പോഴേ നക്സലൈറ്റുകൾ അവിടുത്തെ ഏറ്റവും വലിയ ചൂഷകരായിട്ട് മാറിയിട്ടുണ്ട്. അവിടുത്തെ കുത്തകളിൽ നിന്ന് സ്ഥിരമായിട്ട് പണം വാങ്ങിച്ചിട്ട് വളരെ സുഖജീവിതം നടത്തുന്ന ഒരു തരം രാഷ്ട്രദ്രോഹികളായിട്ടും സമൂഹദ്രോഹികളുമായിട്ട് മാറിയിട്ടുണ്ട് ഈ നക്സലൈറ്റുകളെ. ഈ ഒരു യാഥാർത്ഥ്യ ബോധം നക്സലൈറ്റുകളെ ന്യായീകരിക്കുന്ന ജനാധിപത്യ വിശ്വാസം ഉള്ള എല്ലാ ആൾക്കാർക്കും ഉണ്ടാകണമെന്ന് അത്യാവശ്യമായ ഘടകമാണ്. വാസ്തവത്തിൽ ആദിവാസികളായ ശരി നക്സലൈറ്റ് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന എല്ലാ അവകാശങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇന്ത്യയുടെ വികസന പ്രവർത്തനത്തിലും ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിലും ഇവർ പങ്കാളികളാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്, മാവോയിസ്റ്റ് രാഷ്ട്രീയത്തെ രാജ്യം നേരിടേണ്ട വിധം എന്താണ്? ചർച്ച തുടരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീമതി സി കെ ജാനു, ഈ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗക്കാർക്ക് സുരക്ഷിതമായ ജീവിതവും അവർക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങളും നാടിൻ്റെ പുരോഗതിയും ഉറപ്പുവരുത്താൻ വേണ്ടി ഭരണകൂടം നടത്തുന്ന നീക്കങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന സായുധമായ ഒരു രാഷ്ട്രീയമാണ് ഈ മാവോയിസ്റ്റുകൾ ചെയ്യുന്നത് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഈ അതാത് പ്രദേശങ്ങളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഓരോ പ്രദേശത്തും അവരുടെ ജീവിത പ്രശ്നങ്ങളുടെ മേൽ ജീവിത നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ആളുകൾക്ക് അവിടെ പ്രതികരണശേഷി ഉണ്ടാവുന്ന ഒരു തലം പോലും ആവുന്നത്.
ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് ആദിവാസികൾക്ക് വരുന്ന കാര്യങ്ങൾ, ഇത്തരം വികസന കാര്യങ്ങൾ മാവോയിസ്റ്റിൻ്റെ എതിർപ്പ് ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിച്ച് എന്തുകൊണ്ടാണ് ഇത്തരം മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടാവുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു പഠനം തന്നെ നടത്തണം എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. എന്തായാലും വളരെ ശക്തമായിട്ട് ഈ ഓരോ പ്രദേശത്തും നമ്മുടെ ഇന്ത്യയിൽ വ്യാപകമായ രീതിയിൽ പല പ്രദേശങ്ങളിലും ഇത്തരം കൂട്ടായ്മകൾ ശക്തി ആർജിച്ചു വരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓരോ സ്റ്റേറ്റിലും വേണ്ട വിധത്തിൽ സ്റ്റേറ്റിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളോട് അനുകൂലമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുകയും പ്രാദേശികമായിട്ട് അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിനനുസരിച്ച് വളരെ വ്യക്തമായിട്ടുള്ള വികസന സംവിധാനങ്ങൾ അവിടെ നടപ്പിലാകുകയാണെങ്കിൽ ഇത്തരം മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ പോലെയുള്ള ഇത്തരം ആളുകളുടെ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു പരിധിവരെ അറുതി ഉണ്ടാക്കാൻ സാധ്യമാവും. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഏറ്റെടുക്കേണ്ടത് സ്റ്റേറ്റ് തന്നെയാണ്. ഒരു സ്റ്റേറ്റിൽ മാവോയിസ്റ്റ് സ്റ്റേറ്റിന് ഭീഷണി എന്നുള്ള നിലയിൽ വരുന്നതിൻ്റെയും അത്തരം ഒരു രീതിയിലേക്ക് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ പിടിപ്പുകേടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമാകാൻ സാധിക്കും. ഓരോ പ്രദേശത്തും ഇത്തരം ഈ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റേറ്റിന് ഇടപെടാൻ സാധിക്കുന്നില്ല. സ്റ്റേറ്റ് അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. അവർക്ക് വേണ്ട വിധത്തിലുള്ള വികസന സംവിധാനങ്ങൾ അവിടെ നടത്താൻ തയ്യാറാകുന്നില്ല. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരം എതിർ ഗ്രൂപ്പുകൾ വളരെ സജീവമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തുകയും ഈ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആളുകളുടെ ഒക്കെ കൂട്ടായ സംരംഭത്തിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ശരിക്കും ജനാധിപത്യ രീതിയിൽ തന്നെയുള്ള ഒരു ഇടപെടൽ സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റേറ്റ് ആ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടൽ നടത്തി ഈ കാര്യങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ടാക്കുന്ന നിലയിലേക്ക് പോകണം. അതിനു പകരം ഈ ആളുകളെ കൊന്നൊടുക്കുന്ന ഇത്തരം നിലപാട്, ഇനി മാവോയിസ്റ്റുകൾ പോലീസുകാരെ കൊല്ലുന്നതാണെങ്കിലും അത് തെറ്റാണ് ശരിക്കും, പോലീസുകാർ മാവോയിസ്റ്റുകളെ കൊല്ലുന്നതാണെങ്കിലും അത് തെറ്റാണ് ശരിക്കും. ഈ രണ്ട് ഭാഗത്തുമുള്ള ആളുകളെ കൊല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന് അത് മുൻകൈ എടുക്കേണ്ടതും ആ കാര്യത്തിൽ വളരെ സജീവമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതും സ്റ്റേറ്റ് തന്നെയാണ്. ഒരു സ്റ്റേറ്റിലുള്ള കാര്യങ്ങൾ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സ്റ്റേറ്റ് ഒഴിഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടെ സ്റ്റേറ്റിനെതിരായിട്ട് ആളുകളുടെ കൂട്ടായ്മ ഉയർന്നു വരുന്നത്. ഓരോ പ്രദേശത്തും നമുക്ക് നോക്കിയാലും കാണാം. ഇപ്പം ഞാനൊക്കെ പോലും കഴിഞ്ഞ കാലങ്ങളിൽ സ്റ്റേറ്റ് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ഇടപെട്ട് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടാണ് സമരരംഗത്ത് പോലും വരേണ്ടി വന്നത്. അതുകൊണ്ട് ഓരോ പ്രദേശത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും തെറ്റായ രീതിയിലുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഒരു കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകാതെ അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അതിനെക്കുറിച്ച് പഠിക്കുകയും വളരെ വ്യക്തമായി അത് പരിഹരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ജനാധിപത്യ രീതിയിൽ അവിടെ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെ കൂട്ടായ്മയോടുകൂടി അവരുടെ അഭിപ്രായത്തോടുകൂടി അതിന് പരിഹാരമാർഗം കാണുകയും ചെയ്യുന്ന ഒരു തലമുണ്ടെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ അറുതി ഉണ്ടാക്കാനും ഇത്തരം മാവോ പോലുള്ള സംവിധാനങ്ങൾ വളർന്നു വരാതിരിക്കാനുള്ള സാധ്യതകളും അവിടെ ഒരുക്കാൻ പറ്റും. ഞാൻ വരാം. ശ്രീ പി സി ചാക്കോ, ഇതുപോലെയുള്ള വികസനം എത്തിയിട്ടില്ലാത്ത ഉൾനാടൻ പ്രദേശങ്ങളിൽ താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളും നിൽക്കുന്ന സ്ഥലങ്ങൾ അത് സ്വകാര്യ കുത്തകകൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി തുറന്നിടാൻ സർക്കാരിൻ്റെ ഒത്താശയോടെ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ അതത് പ്രദേശങ്ങളിൽ നിന്ന് തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അവിടെയാണ് ചെറുപ്പക്കാരായ വ്യക്തികൾ ഇത്തരം ആശയങ്ങളിൽ ആകൃഷ്ടരായി സായുധമായ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതെന്നാണ് വരവര റാവുവിനെ പോലെയുള്ള ആന്ധ്ര മേഖലയിലെ ശ്രദ്ധേയരായ എഴുത്തുകാരും ചിന്തകരുമെല്ലാം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത്തരം നീക്കങ്ങളെ ഇല്ലായ്മ ചെയ്യാനും അത് ഇത്തരം ഫേക്ക് എൻകൗണ്ടേഴ്സിലൂടെ അവരെ കൊന്നൊടുക്കിക്കൊണ്ട് ഈ പ്രകൃതി വിഭവങ്ങളെല്ലാം സ്വകാര്യ കുത്തകകൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി സർക്കാർ സഹായത്തോടെ നടത്തുന്ന ഒരു പ്രവർത്തനമായാണ് ഈ മാവോയിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ അവരെല്ലാം കാണുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നു വരുന്നത്. യഥാർത്ഥ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സർക്കാരുകൾക്ക് വന്ന വീഴ്ച കൂടിയല്ലേ ഇതിനൊക്കെ കാരണം? ഇതിൽ ഈ സമീപനത്തിൽ ഒരു മാറ്റം വേണ്ടതല്ലേ?
പിന്നോക്കാവസ്ഥയാണ് പ്രാദേശികമായും ജനങ്ങളുടെ പൊതുവായുള്ള സാമൂഹ്യമായുമുള്ള പിന്നോക്കാവസ്ഥയാണ് ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിൻബലം നൽകുന്നതെന്നുള്ള കാര്യത്തിനകത്ത് സംശയമൊന്നുമില്ല. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വികസനം എന്ന് പറയുന്ന ആവശ്യത്തെ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണം? ഇതിൻ്റെ പിന്നിൽ ഈ മാവോയിസ്റ്റ് മൂവ്മെൻറ്റിന് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അത് ഒരു സായുധ വിപ്ലവത്തിലൂടെ സാമൂഹ്യ മാറ്റം സാധ്യമാകുമെന്നതാണ്. അവർക്ക് പ്രോത്സാഹനം കിട്ടുന്നത്, അവർക്ക് പിന്തുണ കിട്ടുന്നത് ഒക്കെ ദാരിദ്ര്യത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ്, തൊഴിലില്ലായ്മയുടെ കൂടുതൽ കൊണ്ടാണ്, പിന്നോക്കാവസ്ഥ കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകാനുള്ള മാർഗം എന്താ? ഇവിടെ ശ്രീമതി സി കെ ജാനു പറഞ്ഞ പോലെ ചർച്ചയിലൂടെ ജനാധിപത്യ മാർഗത്തിലൂടെ മാറ്റം ഉണ്ടാകണം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് തയ്യാറുണ്ടെന്നൊരിക്കൽ ഈ ആയുധമെടുത്തുള്ള സമരം പരസ്പരം ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും പോലീസുകാരെ വധിക്കുകയും ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ഒളിപ്പോര് നടത്തുകയും പോലീസിനെതിരെ നീങ്ങുകയും ചെയ്യുമ്പോൾ അവരോട് പോലീസിൻ്റെ ഏറ്റുമുട്ടൽ പൂർണ്ണമായും അവരുമായുള്ള സംഘടന പൂർണ്ണമായും ഒഴിവാകുമെന്ന് നമുക്ക് കരുതാനാവില്ല. വന വിഭവങ്ങളുടെ മേലുള്ള ആദിവാസികളുടെ അവകാശം, പ്രകൃതി വിഭവങ്ങളുടെ മേലുള്ള അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ അവകാശം, കുത്തകകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് ഉള്ള ഒരു ഭയം, അല്ലെങ്കിൽ ഗവൺമെൻറ് കുത്തകളെ സഹായിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ഭയം, ഇതിനൊക്കെ ജനാധിപത്യപരമായ പ്രതിഷേധമാവാം. കുത്തകകൾക്ക് വേണ്ടി ഗവൺമെൻറ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭണം ഉണ്ടാവണം. ആ ജനകീയ പ്രക്ഷോഭണം ആയുധമെടുത്ത് പോലീസുകാരെ കൊന്നിട്ടോ അല്ലെങ്കിൽ ആയുധമെടുത്ത് ആക്രമിച്ചിട്ടോ ആവാൻ പാടില്ല. നമ്മൾ വിശ്വസിക്കുന്നത് ഒരു ജനാധിപത്യ മാർഗത്തിലൂടെ ഭരിക്കാൻ മാത്രമല്ല ജനാധിപത്യ മാർഗത്തിലൂടെ സമരം ചെയ്യാനുമുള്ള അവകാശമുണ്ടല്ലോ. ആ ജനാധിപത്യ മാർഗത്തിലേക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ നക്സലൈറ്റുകളുമായി ചർച്ചയാവണം. ഇതിപ്പോൾ പുതുതായി പഠിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഇന്ത്യയിലെ ഈ നക്സലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ 1946 തെലങ്കാന മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ ചരിത്രങ്ങളും ഗവൺമെൻറ്റുകളുടെ ചർച്ചകളൊക്കെ എത്രയോ ആഴത്തിലുള്ള പഠനം നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ പ്രസ്ഥാനങ്ങളെ മെയിൻ സ്ട്രീമിലേക്ക്, ഒരു ജനാധിപത്യ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ആവശ്യമായ മാർഗം. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുന്നവരും തമ്മിലുള്ള ചർച്ചയിലൂടെ അല്ലാതെ ആയുധമെടുത്ത പോരാട്ടത്തിലൂടെ ഇതിന് പരിഹാരം ഉണ്ടാകാൻ കഴിയില്ല. അല്ല, ആയുധമെടുത്ത പോരാട്ടത്തിലൂടെ ഗവൺമെന്റിനെ തോൽപ്പിക്കാമെന്ന് കരുതുന്ന നക്സലൈറ്റ് മൂവ്മെന്റിനെതിരായി പോലീസിനും ഗവൺമെന്റിനും ആക്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇത് ഇന്നലെ നടന്നിട്ടുള്ള ഈ മാവോയിസ്റ്റ് വേട്ടയെ ഒരു വംശഹത്യയായി താങ്കൾ കാണുന്നുണ്ടോ? വംശഹത്യ ഇപ്പം നമുക്കിപ്പോൾ ഇന്നലെ മരിച്ച ആളുകൾ ആരൊക്കെയാണെന്ന് കൃത്യം അറിയില്ല. ആദിവാസികളാണോ, എത്ര പേരുണ്ടെന്നും നമുക്ക് കൃത്യം അറിയില്ല. അതിൻ്റെ ഇതൊന്നും വന്നിട്ടില്ല. ഈ നക്സലൈറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇവിടേക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം വളരെ താഴ്ന്ന ആദിവാസികളും അതിൽ മറ്റൊരു വിഭാഗം വളരെ ഉയർന്ന ഹൈടെക് മേഖലയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെയാണ്. അവരുടെ പേര് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ സാധാരണ അതിൽ മരിച്ച മറ്റുള്ള ആളുകളുടെ പേര് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പോൾ PC ചാക്കോ പറയുമുണ്ടാകുന്നൊരു വലിയ കുഴപ്പം, ഈ ആദിവാസികളുടെ ഇത്രയും കാലം ഈ നമ്മളിന്ന് ചർച്ച ചെയ്യണം, വികസിക്കണം എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് 19 വർഷം കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്നിപ്പോൾ ഇവരിവിടെ ഈ കുഴപ്പമുണ്ടാക്കിയതിന് ശേഷമാണ് ഞാനിത് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. ആ കാര്യം നമ്മൾ മറന്നു പോരുത്. അവിടെ ഇപ്പം ഈ ഛത്തീസ്ഗഡ് മേഖല എന്നൊക്കെ പറഞ്ഞാൽ വലിയ തോതിൽ ഖനിജങ്ങളുള്ള മേഖലയാണത്. ഈ മേഖലയിൽ നേരത്തെ ആദിവാസികൾ ജീവിച്ചു വരുന്നൊരു പ്രദേശമാണത്. അവർക്ക് അവരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശമാണത്. അവിടെ ചെന്നിട്ട് കോടികളുടെ രത്നഖനികളൊക്കെ നിങ്ങൾ കൈയടക്കുമ്പോൾ അവർക്ക് കൊടുക്കാതിരുന്നത് സ്റ്റേറ്റ് തന്നെയാണ്. അത് സ്റ്റേറ്റും ഈ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് ആയുധം എടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തത് ഇവരാണ്. ഈ ആയുധം എടുക്കുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അത് നമുക്ക് ബോധ്യപ്പെടുന്നു. ഇന്ന് തന്നെ ഇപ്പോൾ നക്സലൈറ്റ് ഗ്രൂപ്പുകളെ ഏതാണ്ട് അതിൻ്റെ നാശത്തിൻ്റെ എഡ്ജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് രണ്ടാണ് ആ വിഷയം. ആ വിഷയം നിങ്ങൾ വേറെ ചർച്ച ചെയ്യണം. ആയുധം എടുത്ത് വേണോ അല്ലയോ എന്നുള്ള വേറെ വിഷയമായി ചർച്ച ചെയ്യണം. ഇപ്പോഴത്തെ പ്രശ്നം, നക്സലൈറ്റുകൾ ആയുധം എടുത്താൽ സ്റ്റേറ്റിന് അവരെ നിയമവിരുദ്ധമായി ചെയ്യാൻ അവകാശമുണ്ടോ? നിയമം ലംഘിക്കാൻ സ്റ്റേറ്റിന് അവകാശമുണ്ടോ? ഭരണഘടന പാലിക്കാൻ ഒന്നാമത്തെ ബാധ്യസ്ഥമായിട്ടുള്ള ആളാണ് ഞാനാണോ സ്റ്റേറ്റാണോ? സ്റ്റേറ്റ് അത് പാലിച്ചിരിക്കണം. സ്റ്റേറ്റ് ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കാൻ, അങ്ങനെയാണ് നിങ്ങൾ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കാൻ അംബേദ്കർ ഇത് കത്തിച്ചു കളയണം ഭരണഘടന. അപ്പോൾ നിങ്ങളുടെ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ നക്സലൈറ്റ് പ്രസ്ഥാനത്തെ നക്സലൈറ്റ് എന്നല്ല, ഈ നക്സലൈറ്റ് എന്നല്ല കേട്ടത്, മാവോയിസ്റ്റ് പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുകയുള്ളത്. അത് അവർക്ക് വെള്ളവും കൊടുക്കുകയും ചെയ്യുന്നുള്ളൂ. ഞാനിതിൻ്റെ ഇന്ന് അവിടെ നടക്കുന്ന മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളോട് യോജിക്കുന്ന ഒരാളൊന്നുമില്ല. അതെന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യമായ വികസനം ഉണ്ടാക്കിയെടുക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളുമല്ല ഞാൻ. പക്ഷേ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ഇതിന് യഥാർത്ഥത്തിൽ ആദിവാസികൾക്കും അവിടുത്തെ പിന്നോക്കം നിൽക്കുന്ന മനുഷ്യരെയും കൂടുതൽ വംശഹത്യ പോലുള്ള സാഹചര്യങ്ങളിൽ ചെന്നെത്തിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയം, ഇന്ത്യക്ക് ഭരണഘടന സംരക്ഷിക്കാനുള്ള ബാധ്യത മാവോയിസ്റ്റുകൾക്കാണോ, അല്ല ഈ PC ചാക്കോയും അല്ലെങ്കിൽ BJPയും കോൺഗ്രസും BJP ഒക്കെ പോലെ ഭരിക്കുന്നവർക്കാണോ?
ഭരണഘടനയോട് നിങ്ങൾക്ക് ബഹുമാനമുണ്ടെങ്കിൽ നിങ്ങൾ ഭരണഘടനാനുസൃതമായിട്ട് ഇവരോട് പെരുമാറാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഭരണഘടനയോട് ബഹുമാനമില്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെയാണ് ഈ ബഹുമാനിക്കുക? മാവോയിസ്റ്റ് വിഷയത്തോട് എന്തായിരിക്കണം താങ്കളുടെ അഭിപ്രായത്തിൽ സർക്കാരിന്റെ സമീപനം? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്നിപ്പോൾ കേരളത്തിൽ, ഞങ്ങളൊക്കെ നക്സലൈറ്റ് ആയിരുന്ന കേരളത്തിൽ ഇന്ന് മാവോയിസ്റ്റുകളുടെ ഗ്രൂപ്പൊക്കെ പേരിനൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇന്ന് പഴയ രീതിയിലുള്ള മാവോയിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ രൂപം കൊണ്ടുവരില്ല. കേരളത്തിൽ സാമൂഹ്യമായിട്ടുണ്ടായിട്ടുള്ള മാറ്റമാണ് അതിൻ്റെ പിന്നിലുള്ള സംഭവം. സാമൂഹ്യമായി കുറേ എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ സ്വർഗ്ഗമായി എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. കേരളത്തിൽ കുറേ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്, വലിയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് ജനാധിപത്യപരമായിട്ടുള്ള. ഇത്തരം മാറ്റങ്ങളൊന്നും കടന്നു ചെന്നിട്ടില്ലാത്ത മേഖലയാണ് യഥാർത്ഥത്തിൽ ഈ ഛത്തീസ്ഗഡൊക്കെയുള്ള മേഖല. ഞാനതിൽ ചില അവിടുത്തെ വൻകിടക്കാരുടെ പേര് വരെ പറയാം. കുറേ ഞാൻ പറയുന്നത് ശരിയില്ലാത്തതുകൊണ്ട് വ്യക്തിയുടെ പേരെടുത്ത് പറയുന്നത് 10-5 വർഷം മുമ്പുള്ള. ഞാൻ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഇന്ന് കാട്ടുനീതിയാണ് യഥാർത്ഥത്തിൽ ഇവരോട് കാണിക്കുന്നത്. ഈ ഖനിജങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഈ ഖനിജങ്ങളുടെയൊക്കെ അവകാശം അവരെ കാട്ടിലേക്ക് ഓടിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്ത് ഖനിജങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് ആദ്യം ക്രൈം ചെയ്തത് നിങ്ങളാണ്. അവർക്ക് കൊടുക്കേണ്ടിയിരുന്ന ആദിവാസികൾക്ക് കൊടുക്കേണ്ടിയിരുന്ന പങ്ക് കൊടുക്കാതെ ക്രൈം നടത്തിയത് സ്റ്റേറ്റാണ്. സ്റ്റേറ്റിൻ്റെ പരിരക്ഷയിലുള്ള ആളുകളാണ്. അതിനെക്കുറിച്ച് പറയാതെ ഇപ്പം ഇവർ റിറ്റാലിയേറ്റ് ചെയ്യുന്നത് മാത്രം പറയുന്നതിന് അർത്ഥമുള്ളത്. അപ്പോൾ ഡോക്ടർ ബാലശങ്കർ, ഇവിടെ തിരുത്തേണ്ടത് സ്റ്റേറ്റ് കൂടിയല്ലേ? ആ നിലയ്ക്ക് ഈ മാവോയിസ്റ്റ് വിഷയത്തിന് ഒരു പുതിയ സമീപനം ആവശ്യമല്ലേ? ഡോക്ടർ ബാലശങ്കർ, താങ്കൾക്ക് എന്നെ കേൾക്കാമോ? ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ശ്രീ PC ചാക്കോ, താങ്കളുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം. തീർച്ചയായും ഇത് പോലീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആയുധം കൊണ്ട് മാത്രം നേരിടാൻ കഴിയുന്നൊരു പ്രശ്നമാണ് ഈ മാവോയിസ്റ്റ് പ്രശ്നമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവർ മെയിൻ സ്ട്രീമിലേക്ക് ജനാധിപത്യ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. വികസനമാണ് ഈ പ്രശ്നം നേരിടാൻ ആവശ്യം. വികസനത്തിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറാണ്. ആ മാറി വരുന്ന ഗവൺമെൻറ്റുകൾ, ഇപ്പോൾ ഒറീസയിൽ തന്നെയാണെങ്കിൽ അവിടെ BJP ഗവൺമെൻറ് അല്ല, കോൺഗ്രസ് ഗവൺമെൻറ് അല്ല, അവിടെ വ്യത്യസ്തമായ ഒരു ഗവൺമെൻറ്റാണ്. ആ ശ്രീ പട്നായിക്കിൻ്റെ ഗവൺമെൻറ് ആണെങ്കിലും വളരെ ആയിട്ട് നിരവധി തവണ എത്രയോ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ചർച്ചകളിലൂടെ അവരെ ഒരു സമവായത്തിലേക്കും ഒരു വികസനത്തിൻ്റെ ഭാഗമാക്കി അവരെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ആദിവാസികൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ സമരം നടക്കണം. പക്ഷേ അതെല്ലാം ഒരു വിഭാഗത്തിന് മാത്രം അക്രമം സ്വീകരിക്കാം, മറ്റൊരു വിഭാഗത്തിന് സ്വീകരിക്കാൻ പാടില്ല. ഭരണഘടന സംരക്ഷിക്കേണ്ട ചുമതല ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ കഴിയുന്നിടത്തോളം ഒഴിവാക്കാൻ, ഭരണഘടന സംരക്ഷിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കണം എന്ന് പറഞ്ഞ അഭിപ്രായങ്ങളോടൊക്കെ ഞാൻ യോജിക്കുന്നു. പക്ഷേ ഒരു വശത്ത് സായുധ കലാപം അനുവദിക്കുകയും മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കണം എന്ന് മുറവിളി കൂട്ടുകയും രണ്ടും കൂടെ ചെയ്യുമ്പോൾ തീർച്ചയായും അതിനൊരു വൈരുദ്ധ്യമുണ്ട് എന്ന് പറയാതെ വയ്യ. വളരെയധികം നന്ദി ശ്രീ PC ചാക്കോ, ഡോക്ടർ R ബാലശങ്കർ, ശ്രീ MM സോമശേഖരൻ, ശ്രീമതി CK ജാനു ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സുമായി PT നാസർ കാണും. ഗുഡ് ബൈ.